ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധേ രാധേ. അമ്മേ ശരണം. എല്ലാവർക്കും എൻ്റെ വിജയദശമി ആശംസകൾ. തിന്മയ്ക്കെതിരെ നന്മയ്ക്ക് ഉണ്ടായ വിജയമാണ് വിജയദശമിയായി നമ്മൾ ആഘോഷിക്കുന്നത് അല്ലേ? ഉത്തര ഭാരതത്തിലൊക്കെ ശ്രീരാമൻ 9 ദിവസം ദേവിയെ ധ്യാനിച്ച് ആരാധിച്ച് രാവണനെ വധിക്കാൻ വേണ്ടി ദേവിയുടെ പക്കൽ നിന്നും ശക്തി പ്രാപിച്ചതിൻ്റെ വിജയാഘോഷമായിട്ടും ഉത്തരേന്ത്യയിൽ ആഘോഷിക്കുന്നുണ്ട്. രാവണൻ്റെ വധം ശ്രീരാമൻ നടത്തിയതുകൊണ്ട് ഉത്തരഭാരതത്തിൽ അങ്ങനെയാണ് ഈ വിജയദശമി ആഘോഷിക്കപ്പെടുന്നത്. ദസറ എന്നൊക്കെ പറയും അവിടെ. അപ്പോൾ നമുക്ക് വിജയദശമിനെ കുറിച്ച് ഒന്ന് കേട്ടു നോക്കിയാലോ? അപ്പം ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം കേട്ടോ. നവരാത്രി ഭാരതത്തിൽ ഉടനീളം ആഘോഷിക്കപ്പെടുന്ന ഉത്സവമാണ്. നവരാത്രി വ്രതാനുഷ്ഠാന ശേഷം ദശമി ദിവസം പ്രാരംഭം കുറിക്കുന്ന കർമ്മങ്ങൾ വിജയത്തിൽ കലാശിക്കുമെന്നതിനാൽ ഈ ദശമി വിജയദശമി എന്ന പേരിൽ സുപ്രസിദ്ധമാണ്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ വ്രതസാധന ദശഹര അഥവാ ദസറ എന്നും അറിയപ്പെടുന്നു. ശരത് ഋതുവിൻ്റെയും വസന്ത ഋതുവിൻ്റെയും ആരംഭത്തിൽ എന്ന് വെച്ചാൽ ശരത് ഋതു എന്ന് പറഞ്ഞാൽ മേടം, അതുപോലെ വസന്ത ഋതു എന്ന് പറഞ്ഞാൽ തുലാം. മേടത്തിൻ്റെയും തുലാത്തിൻ്റെയും